അൻവറിനെ തള്ളി അജിത് കുമാറിനെ സംരക്ഷിച്ച് LDF. പിണറായി പറഞ്ഞാൽ പിന്നെ മുന്നണിക്കും പരാതിയില്ല. അജിത് കുമാറിനെ മാറ്റുന്നത് പിണറായിയുടെ അജണ്ടയിലില്ല. അതുകൊണ്ട് തന്നെ LDFന്റെ അജണ്ടയിലും ആ വിഷയമേ ഉണ്ടായിരുന്നില്ല. ഇന്ന് ജിഷ്ണു ഇന്നത്തെ LDF യോഗം ചേർന്നപ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് LDF എന്ന് പറയുമ്പോൾ ഭരിക്കുന്ന മുന്നണിയാണ്. അവർ സ്വാഭാവികമായും അപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യും. രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യും. രാഷ്ട്രീയമായി അവരാണല്ലോ സർക്കാരിന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. പക്ഷേ ഇന്നത്തെ യോഗത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, LDFന്റെ ഇന്നത്തെ അജണ്ടയിലെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളോ സംസ്ഥാനത്തെ ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെതിരായ ആരോപണങ്ങളോ ഒന്നും വന്നതേയില്ല എന്നതാണ്. RJD എന്ന താരതമ്യേന ചെറിയ LDFലെ ഒരു കക്ഷി, RJDയുടെ നേതാവ് ശ്രീ വർഗീസ് ജോർജ് ആണ് അവിടെ ഒരു ആവശ്യമായി ഉന്നയിക്കുന്നത്. നോക്കൂ, രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഈ ആരോപണം ചർച്ച ചെയ്യേണ്ടേ, അല്ലെങ്കിൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടേ എന്ന് ചോദിക്കുന്നു. അതേ തുടർന്ന് RJDയും CPIയും അവരുടെ ശക്തമായ എതിർപ്പ്, ഇതോടൊപ്പം NCPയുടെ ഭാഗത്തു നിന്ന് PC ചാക്കോയും ഇവർ അവരുടെ ശക്തമായ എതിർപ്പ് ഈ വിഷയത്തിൽ MR അജിത് കുമാർ തുടരുന്നതിലുള്ള എതിർപ്പ് അറിയിക്കുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് MR അജിത് കുമാറിനെ മാറ്റുന്നത് പിണറായി വിജയന്റെ അജണ്ടയിൽ ഇല്ലാത്തതിനാൽ തന്നെ ആ വിഷയം എങ്ങനെ ചർച്ച ചെയ്തിട്ടും കാര്യമില്ല. ഈ വിഷയത്തിൽ MR അജിത് കുമാറിന് എല്ലാ സംശയത്തിന്റെ ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ ഇപ്പോഴത്തെ അന്വേഷണത്തിന്റെ ആനുകൂല്യങ്ങളും നൽകിക്കൊണ്ട് അദ്ദേഹത്തെ മാറ്റേണ്ടതില്ല എന്ന നിലപാടിലേക്ക് സർക്കാർ എത്തിയിട്ടുണ്ട്. ആ നിലപാടിന് എല്ലാ പിന്തുണയും നൽകുകയാണ് ഇന്നത്തെ യോഗത്തിൽ LDFലെ ഘടകകക്ഷികളും പ്രതിനിധികളും ചേർന്ന് ചെയ്തിട്ടുള്ളത്. അതെ, അത് മാത്രമല്ല, നമുക്കതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ പറയുന്ന വർഗീസ് ജോർജിൻ്റെയും PC ചാക്കോയുടെയും ഒക്കെ ഇടപെടലുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ ബിനോയ് വിശ്വം പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ അജണ്ടയിൽ ഇല്ലാതിരുന്നത്, അതായത് ഇത്രയും നിർണായകമായ ഒരു കാര്യം, അതായത് ഇത്രയും ദിവസങ്ങളായി, കഴിഞ്ഞ 10-12 ദിവസങ്ങളായി കേരളത്തിൽ അത്രയും സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം നിർണായകമായി ചേരുന്ന ഇത്തരത്തിലൊരു LDFന്റെ യോഗത്തിൽ അജണ്ടയിൽ പോലും ഇല്ല എന്നുള്ളത് നമ്മളെ ഞെട്ടിക്കുന്ന കാര്യമാണ്. അത് ഈ പറയുന്ന വർഗീസ് ജോർജ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ആവശ്യപ്പെട്ടിട്ടാണ് ഇത് അജണ്ടയിൽ ഉൾപ്പെടുത്തുന്നത്. പിന്നീട് ചർച്ച നടക്കുന്നു. അതായത് അത്രയും രോഷം LDFലെ ഘടകകക്ഷികൾക്കുണ്ട് എന്നുള്ളത് നമുക്കിതിൽ നിന്ന് വളരെ വ്യക്തമാണ്. അത്തരത്തിലൊരു ചർച്ചയും അവിടെ നടന്നിരിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ നോക്കൂ, TP രാമകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് യാതൊരു പ്രശ്നവും ഇവിടെ ഇല്ല എന്നുള്ള തരത്തിലും, ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ല എന്നുള്ള തരത്തിലും, ഇത് വളരെ സ്വാഭാവികമായി സർക്കാർ നടപടി സ്വീകരിക്കേണ്ട അല്ലെങ്കിൽ അന്വേഷിക്കേണ്ട കാര്യം മാത്രമാണെന്നും ഉള്ള രീതിയിൽ പിണറായി വിജയൻ്റെ നിലപാട് എന്താണോ അതിനനുകൂലമായി, അതിന് എന്താ പറയുക, താതാത്മ്യം പ്രാപിക്കുന്ന തരത്തിലാണ് LDF കൺവീനറുടെയും ഭാഷ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരു തരത്തിൽ മുന്നണിയെ മൊത്തത്തിൽ ഓവർ റൂൾ ചെയ്യാനുള്ള ഒരു കഴിവ്, ഒരു പ്രത്യേക അധികാരം പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നു. അതായത് ആലോചിച്ച് നോക്കൂ, CPIയുടെ ദേശീയ നേതാക്കളായ D രാജയും ആനി രാജയും ഉൾപ്പെടെയുള്ള ആളുകൾ കാലങ്ങളായി ഉന്നയിക്കുന്ന, അല്ലെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ D രാജയൊക്കെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ CPIയുടെ നേതാക്കൾ നേരത്തെ തന്നെ, ബിനോയ് വിശ്വം തന്നെ പലതവണ പറഞ്ഞിട്ടുള്ള, പലതവണ മുഖ്യമന്ത്രിയോട് നേരിട്ട് കോൺടാക്ട് ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടും ഒരു തരിമ്പ് അനങ്ങാൻ ഈ പറഞ്ഞു LDFനോ CPMനോ അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കോ സാധിക്കുന്നില്ല എന്നുള്ളിടത്ത് അത്രയും സ്ട്രോങ് ആണ് ഈ കാര്യമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മാത്രമല്ല, ഇത് പതുക്കെ ഇത് ഒതുക്കി തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ടാണോ എന്നറിയില്ല, PV അൻവർ വീണ്ടും അതീവ ഗുരുതരമായ പല ആരോപണങ്ങളുമായി ഇന്നും രംഗത്തെത്തുന്നുണ്ട്. ഇന്ന് പ്രധാനപ്പെട്ട ഒരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് സന്ദീപ് ആനന്ദഗിരി എന്ന വ്യക്തിയെ, അതെ അതെ സന്ദീപ് ചൈതന്യ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശ്രമം കത്തിച്ച സംഭവം, ആ സംഭവം നടക്കുന്നത് 2019 മറ്റുമാണ്. അപ്പോൾ ആ സമയത്ത് അവിടെ നടന്ന അന്വേഷണം വളരെ ബയസ്ഡ് ആയിട്ടായിരുന്നു, വളരെ പക്ഷപാതം കാണിച്ചുകൊണ്ടാണ് ആ അന്വേഷണം നടന്നത് എന്നാണ് PV അൻവർ മുന്നോട്ട് വെക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ആ അന്വേഷണത്തിൽ തിരിമറി നടന്നിട്ടുണ്ട് എന്ന് ക്രൈംബ്രാഞ്ച് DYSP അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് എന്നും അൻവർ പറയുന്നു. ആ റിപ്പോർട്ട് അദ്ദേഹം വായിച്ച് കേൾപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ആ വാർത്താ സമ്മേളനത്തിൽ. അപ്പോൾ ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിലോ നേരത്തെ എത്തിയിട്ടുള്ളതാണ്. എന്നാൽ ഈ റിപ്പോർട്ടിന്മേൽ യാതൊരു നടപടിയും എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, സംഘപരിവാറിൻ്റെ അതിശക്തമായ സാന്നിധ്യം അല്ലെങ്കിൽ ഈ സ്വാധീനം കേരള പോലീസിലുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ആണിത്. എന്നിട്ടും ഈ പറയുന്നത് പോലെ ഒരു നടപടിയും സ്വീകരിക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനോ സാധിച്ചിട്ടില്ല എന്നുള്ള ഗുരുതരമായ ആരോപണം കൂടി ഇദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത്
ഇതും കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടേണ്ടിയിരിക്കുന്നു. അതായത് കേരളത്തിലെ പോലീസിൽ നമുക്കറിയാം ആ കേസ് എങ്ങനെയാണ് പിന്നീട് പുറത്തു വരുന്നത്, വിഷയങ്ങൾ പുറത്തു വരുന്നത്. അതിലെ ഒരു പ്രതിയായ ഒരാൾ ആത്മഹത്യ ചെയ്യുന്നു. ആ ആത്മഹത്യ ചെയ്ത പ്രതിയുടെ ബന്ധുവാണ് പിന്നീട് പുറത്തു പറയുന്നത് ഇയാളും സംഘവും ചേർന്നാണ് ഇത് ചെയ്തത്, അത് അയാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് അത് അയാൾ പുറത്തു പറയുമെന്ന ഭീഷണി മുഴക്കിയപ്പോൾ ഇവർ ഈ പറയുന്ന കൂട്ടുപ്രതികളായ ആളുകൾ ഇയാളെ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയൊക്കെ ചെയ്ത സാഹചര്യത്തിൽ പേടിച്ചിട്ടാണ് ഇയാൾ ആത്മഹത്യ ചെയ്തത് എന്ന് ഈ ബന്ധു പറഞ്ഞിട്ടാണ് പുറം ലോകം അറിയുന്നത്. ആ രീതിയിലാണ് ആ അന്വേഷണം അവസാനം ചെന്നെത്തി നിൽക്കുന്നത്. ആ അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഇത് അന്വേഷിച്ചിരുന്ന DYSP ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ BJPയുടെ ബൂത്ത് ഏജൻ്റ് ആയിരുന്നു എന്നുകൂടി PV അൻവർ പറയുന്നു. അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും കാണിക്കുന്നുണ്ട്. ഇദ്ദേഹം ബൂത്തിലിരിക്കുന്ന BJPയുടെ ഷാളണിഞ്ഞ് ബൂത്തിലിരിക്കുന്ന ഈ DYSPയുടെ ഫോട്ടോയും കാണിക്കുന്നുണ്ട്. നമ്മളിതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? ഇത്രയും ശക്തമായി RSS അല്ലെങ്കിൽ ഈ പറയുന്ന സംഘപരിവാർ സംഘടനകൾ ഇവിടുത്തെ പോലീസിനകത്ത് സ്വാധീനം ചെലുത്തുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയമായി തന്നെ അതുമായി ഒത്തുപോകാൻ സാധിക്കാത്ത CPM എന്തുകൊണ്ട് ഇതിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല, എന്തുകൊണ്ട് ഇതിലേക്ക് ഇടപെടാൻ സാധിക്കുന്നില്ല? േണ്ടത് CPM ആ RSS വിരുദ്ധത ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടല്ലോ. ഇന്നലെ മുഖ്യമന്ത്രി ഒരു പൊതു പരിപാടിയിൽ എന്താണ് പറയുന്നത്? RSS ഞങ്ങളെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ഒരുപാട് ജീവൻ എടുത്തിട്ടുണ്ട്. ആ RSSുമായി ഞങ്ങൾക്കൊരു ബന്ധം സാധ്യമാണോ? ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൗഹൃദമെങ്കിലും സാധ്യമാണോ? ഇന്ന് TP രാമകൃഷ്ണൻ ചോദിക്കുന്നു, നിങ്ങൾ എന്താണ് പറയുന്നത്? RSS എങ്ങനെയൊക്കെ ഞങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ട്, ആ RSSുമായി ഏതെങ്കിലും ബന്ധമുണ്ട്, എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം ഉണ്ടാക്കുമെന്ന് കരുതുന്നുണ്ടോ? ആരുടെ കണ്ണിലാണ് നമ്മുടെ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ LDF കൺവീനറും ഒക്കെ പൊടിയുന്നത്? പഴയ കഥകൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പുതിയ ആരോപണങ്ങളിൽ നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് എന്നാണ് അറിയേണ്ടത്. മുഖ്യമന്ത്രി ഇന്നലെ ഒരക്ഷരം മിണ്ടിയോ? മുഖ്യമന്ത്രി ഈ ആരോപണങ്ങളെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാതെ പഴയ കഥ, പണ്ട് ഞങ്ങൾ RSSും ഞങ്ങളും ഇങ്ങനെയായിരുന്നു, പണ്ട് ഞങ്ങളും RSSും വലിയ പ്രശ്നത്തിലായിരുന്നു, ഈ കഥ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കൂടെ ഇപ്പൊ ജിഷ്ണു പറഞ്ഞ ഇന്നത്തെ നിർണായകമായ PV അൻവറിന്റെ അടുത്ത സെറ്റ് ആരോപണങ്ങൾ ഇതുകൂടി വരുമ്പോൾ ഇന്ന് TP രാമകൃഷ്ണൻ എങ്ങനെയാണ് അതിനെ ഡിഫെൻഡ് ചെയ്യുന്നത്? ഈ ആരോപണങ്ങൾ വന്നല്ലോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അൻവർ ചെയ്യുന്നതിലെ ശരികേടാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. എല്ലാ ദിവസവും ഇങ്ങനെ ഓരോരോ ആരോപണങ്ങളുമായി വരുന്നത് ശരിയാണോ? മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ സർക്കാരിന് ഒരു പരാതി നൽകിയിട്ടുണ്ട്, ആ പരാതി അന്വേഷിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഓരോ ദിവസവും പരാതിയുമായി വരുന്നത് ശരിയാണോ? അൻവറിനെ നിങ്ങൾ കൊണ്ട് കുഴപ്പത്തിൽ ചാടിക്കരുത്. അതായത് അൻവറിൻ പറയുന്ന കാര്യങ്ങൾ ഏറ്റെടുത്ത് നമ്മൾ വാർത്തകളൊക്കെ ചെയ്യുമ്പോൾ അൻവർ വീണ്ടും ആവേശത്തിലാവും, വീണ്ടും അദ്ദേഹം വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. ഇത് നിസ്സാരവൽക്കരിക്കലാണ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള വളരെ നിസ്സാരമെന്നും വളരെ സ്വാഭാവികമെന്നും അദ്ദേഹത്തിൻ്റെ ഒരു രീതി എന്നൊക്കെ പറഞ്ഞ് അതിനെ അങ്ങ് നള്ളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്മേലേക്ക് കൂടുതൽ ശ്രദ്ധ പോവില്ല എന്നൊരു തരം അടവാണിത്. ആ അടവ് കൊണ്ട് ഈ വിഷയത്തിൽ രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് നമുക്ക് ഉറച്ചു പറയാൻ പറ്റില്ല. ഇപ്പോൾ എന്തായാലും സർക്കാർ ഇപ്പോൾ നടത്തുന്ന എല്ലാ നടപടികളിലും മുന്നണിക്ക് തൃപ്തിയുണ്ട്. മുന്നണി വളരെ തൃപ്തരാണ്. മുന്നണിയിൽ നിന്ന് ഒരു ചോദ്യവും ഇക്കാര്യത്തിൽ ഉയരുന്നുമില്ല. അവിടെ ശബ്ദമുയർത്തുന്നവരാകട്ടെ നേരത്തെ പറഞ്ഞതുപോലെ മുന്നണിയെ CPM ഭരിക്കുന്ന സമയത്ത് അവർക്കവിടെ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ജിഷ്ണു. വർഗീസ് ജോർജ് നമ്മുടെയൊക്കെ മുന്നിൽ, മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ എത്രയോ കാലമായി വരുന്നൊരു വ്യക്തിയാണ്. എൻ്റെ ഓർമ്മയിൽ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് CPM ഞങ്ങളെ അവഗണിച്ചത് എന്ന് AKG സെന്ററിന്റെ മുന്നിൽ വെച്ച് പറഞ്ഞ ഒരു വാചകവും ഒരു ബൈറ്റും ഒരു മാധ്യമപ്രവർത്തക എന്ന നിലയ്ക്ക് എൻ്റെ കണ്ണിൽ എപ്പോഴും ഉണ്ട്. അത് കഴിഞ്ഞ് ഇന്ന് അദ്ദേഹം വളരെ ശക്തമായ ഭാഷയിൽ അങ്ങോട്ട് കയറുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് കുറച്ച് പറയാനുണ്ട്, അത് മുന്നണി യോഗത്തിന് ശേഷം എന്തൊക്കെയാണെന്ന് പറയാം. തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം RJD നമുക്കറിയാം LDFനകത്ത് എത്ര നിസ്സാരമായ ഒരു കക്ഷിയാണെന്ന് നമുക്കറിയാം. തിരിച്ചിറങ്ങി വന്നപ്പോൾ അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ തയ്യാറായി തന്നെയാണ് വന്നത്. ആ ഉത്തരം പറയാൻ സജ്ജനായി വന്നപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞത് ഇത് LDFന്റെ അജണ്ടയിൽ ഇല്ലായിരുന്നു, ഉൾപ്പെടുത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു, CPI വിയോജിപ്പ് അറിയിച്ചു. അതായത് ആ നടന്നത് CPM പറയാൻ തയ്യാറല്ലെങ്കിൽ ഇവരൊക്കെ പറയാൻ തയ്യാറാണ്, ഇവരൊക്കെ അത് ഉറച്ചു പറയുക തന്നെ ചെയ്യും, ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും. മുന്നണിക്കകത്ത് മാത്രമല്ല RJDയും CPIയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവരുടെ വിയോജിപ്പ് ഈ വിഷയത്തിൽ അജിത് കുമാറിനോട് അവർക്കുള്ള എതിർപ്പ്, ഈ വിഷയത്തിൽ സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങളിലെ വിയോജിപ്പൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. മുന്നണിക്കകത്ത് അവർ അത് പ്രകടിപ്പിച്ചിട്ടും പ്രയോജനം ഉണ്ടായില്ല എന്നത് ശരി തന്നെ. പക്ഷേ മനസ്സിലാക്കേണ്ടത് CPMന്റെ നിലപാടല്ല ഈ വിഷയത്തിൽ മുന്നണിക്കകത്ത് മറ്റു കക്ഷികൾക്കുള്ളത്. അതെ, തീർച്ചയായും. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ എനിക്ക് അതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ. അതായത് ഈ പിണറായി വിജയൻ എല്ലാ സമയത്തും, അതായത് RSS ബന്ധം ആരോപിക്കപ്പെടുന്ന സമയത്തെല്ലാം പിണറായി വിജയൻ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തലശ്ശേരി കലാപമാണ്. തലശ്ശേരി കലാപത്തിൽ
റിപ്പോർട്ടിൽ CPM എടുത്ത നിലപാട് അവിടെ മതസൗഹാർദ്ദം എന്താ പറയുക ഊട്ടിയുറപ്പിക്കാൻ അല്ലെങ്കിൽ അത് പുനഃസൃഷ്ടിക്കാൻ അവരെടുത്ത റോൾ എന്താണ് എന്നുള്ള കാര്യം എല്ലാ പോയിന്റിലും RSSുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള എല്ലാ ആരോപണങ്ങളും വിശദീകരിക്കുമ്പോൾ പിണറായി വിജയൻ ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തലശ്ശേരി കലാപത്തെ വിവരിച്ചുകൊണ്ട് ഇനിയും ന്യായീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഒരുപാട് കേസുകൾ, അതായത് ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടന്നു എന്ന് പറയുന്ന ഒരുപാട് കേസുകൾ, ഒരുപാട് ഇൻസ്റ്റൻസുകൾ മുന്നിലേക്ക് വെച്ച് കഴിഞ്ഞു. വളരെ സസ്പീഷ്യസ് ആയ കുറേ കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് തന്നെ പല പ്രാവശ്യമായി ഉന്നയിച്ചിട്ടുണ്ട്. അതായത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട കേസ് എങ്ങനെ ഇല്ലാതായി, അല്ലെങ്കിൽ അത് ഒതുക്കി തീർത്തു, അല്ലെങ്കിൽ ഇപ്പോൾ ഒന്നും നടക്കാത്ത രീതിയിൽ അത് സ്റ്റാഗ്നൻ്റ് ആയതെങ്ങനെ, അതുപോലെ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട കേസ് എങ്ങനെ ഇപ്പോൾ ഒരു തരത്തിലുള്ള മൂവ്മെൻ്റ് ഇല്ലാതെ നിൽക്കുന്നു. അതുപോലെ തന്നെ BJP പ്രസിഡന്റ് K. സുരേന്ദ്രനെതിരെയുള്ള കുഴൽപ്പണ കേസും എന്തുകൊണ്ടിപ്പോൾ അനങ്ങുന്നില്ല എന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതെല്ലാം എങ്ങനെ ഈ രീതിയിൽ കോൾഡ് സ്റ്റോറേജിലേക്ക് മാറ്റുന്ന തരത്തിലേക്ക് എങ്ങനെ പോലീസ് മാറി, എങ്ങനെ പോലീസ് പെരുമാറി. ഇപ്പോൾ ഈ പറയുന്ന സന്ദീപ് ആനന്ദഗിരിയുടെ കേസിൻ്റെ ആ റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ടാണ് PV അൻവർ പറയുന്നത്. ആ റിപ്പോർട്ട് പറയുന്നു വളരെ കൃത്യമായ ഈ പറയുന്ന അധികാര ദുർവിനിയോഗം ഇവിടെ നടന്നിട്ടുണ്ട് എന്നും ഈ പറയുന്ന ചില ഓഫീസർമാർ ഇത് പ്രത്യേകമായി ഈ സ്വാമി തന്നെ ഇയാളുടെ പ്രശസ്തിക്ക് വേണ്ടിയും ഇയാളുടെ ആവശ്യത്തിനും വേണ്ടി ഇയാൾ തന്നെ കത്തിച്ചതാണ് എന്നുള്ള തരത്തിലേക്ക് അന്വേഷണത്തെ വളച്ചൊടിക്കാനും അതിൻ്റെ കൂട്ടത്തിൽ പല CPM നേതാക്കളെയും കൂടി ഇതിനകത്തേക്ക് കൊണ്ടുകെട്ടാനുള്ള ശ്രമവും നടത്തിയിട്ടുണ്ട് എന്ന് ഈ പറയുന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ക്രൈംബ്രാഞ്ച് DYSP സമർപ്പിച്ച ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത്രയും സോളിഡായ ഒരു രേഖ തന്നെ മുന്നിൽ നിൽക്കുമ്പോഴും എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടില്ല? എന്തുകൊണ്ട് അതിനകത്തേക്ക് ഈ വിഷയം വിടൂ? ഒരു വർഷവും 3 മാസവും മുൻപ് കഴിഞ്ഞ 2023 മെയിൽ ADGP RSS നേതാക്കളെ കണ്ടത് മുഖ്യമന്ത്രിക്ക് അറിയാം. അതിൽ മുഖ്യമന്ത്രിക്ക് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും പറയുന്നത് എന്താണ്? ഇപ്പോഴും പറയുന്നു ആ കൂടിക്കാഴ്ച എന്തിനായിരുന്നു എന്നത് ഇപ്പോഴത്തെ പ്രത്യേക അന്വേഷണ സംഘം ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ കൂടെ ഇതുകൂടി അന്വേഷിക്കട്ടെ. ആ റിപ്പോർട്ട് വന്ന് അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ മാത്രം നടപടിയെടുക്കാം. ADGP അജിത് കുമാർ എന്തിനാണ്, ക്രമസമാധാന ചുമതലയുള്ള ADGP അജിത് കുമാർ എന്തിനാണ് RSS നേതാക്കളെ കണ്ടത് എന്നൊരു ചോദ്യം ഇന്ന് വരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ പാർട്ടിയുടെ ഭാഗത്തു നിന്നോ ഉയർന്നിട്ടില്ല. ഇത് മുഖ്യമന്ത്രിക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അറിയുന്ന കാര്യങ്ങളിൽ നടപടി എടുത്തില്ല എന്നതൊരു വിഷമമായി കരുതണ്ട. അതങ്ങനെ തന്നെയാണ്. അതെ, അത് മാത്രമല്ല ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴും TP രാമകൃഷ്ണൻ ചോദിക്കുന്നു, നിങ്ങൾ ഈ ബഹളം മൊത്തം ഉണ്ടാക്കുന്നതിനിടയിലും കേരള പോലീസിന് മറ്റേ കേന്ദ്രത്തിന്റെ അംഗീകാരം ലഭിച്ചില്ലേ? അതായത് അമിത്ഷാ കേരളത്തിലെ DGPക്ക് അവാർഡ് കൊടുത്തില്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ മാത്രമല്ല നമ്മൾ വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യണം, ഇമാതിരി വിഷയങ്ങളൊക്കെ പറഞ്ഞ് സമയം കളയരുത് എന്നൊരു ഉപദേശം കൂടി. അദ്ദേഹം വളരെ മാന്യനായ ഒരു നേതാവാണ്. ഇങ്ങനെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ പറ്റി, കൃഷിക്കാരുടെ പ്രശ്നങ്ങളെ പറ്റി, വികസന പ്രശ്നങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ചർച്ച ചെയ്യണം. അതാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അല്ലാതെ ഇതൊന്നും പറഞ്ഞ് സമയം കളയരുത് എന്നൊരു ഉപദേശം കൂടി അദ്ദേഹം നമുക്ക്. അതെ, പക്ഷേ ഈ സമയം കളയുന്നതിലേക്ക് ഇതിനെ എത്തിച്ചത് ആരാണെന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. അതായത് ഇവർ തന്നെ ഉണ്ടാക്കിയൊരു വിവാദം, ഒരു CPMന്റെ MLA തന്നെ മുന്നോട്ട് വെച്ച ഒരു ആരോപണം തുടർച്ചയായി ഇന്നടക്കം തുടർച്ചയായി ആരോപണങ്ങൾ വീണ്ടും ഉന്നയിക്കപ്പെടുന്നു. ഇത് പബ്ലിക് ഡൊമൈനിലേക്ക് കൊണ്ടുവന്നതാരാണ്? ഇതിൽ ഈ പറഞ്ഞതുപോലെ CPMന് മാധ്യമങ്ങളെയോ പ്രതിപക്ഷത്തെയോ ഒന്നും വിമർശിക്കാൻ യാതൊരു ലൂപ്പ് ഹോളും ഇല്ല. കാരണം ഇവരുടെ ഉള്ളിൽ നിന്ന് തന്നെ പൊട്ടിപ്പുറപ്പെട്ട ഒരു വിപ്ലവമാണിത്. ഇതിനെ അങ്ങനെ മാത്രമേ ഇവർക്ക് നേരിടാൻ സാധിക്കുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ഈ TP രാമകൃഷ്ണൻ പറയുന്ന വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെ, ജാവദേക്കറിനെ കണ്ടതുകൊണ്ടല്ല അദ്ദേഹത്തെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. അതിന് വേറെ സംഘടനാപരമായ കാരണങ്ങളുണ്ട്, സംഘടനാപരമായ നടപടിയാണ്. അങ്ങനെയാണെങ്കിൽ EP മോശമായിരുന്നു, LDF കൺവീനർ എന്ന നിലയ്ക്ക് EP മോശമായിരുന്നു പ്രകടനം എന്ന് പറയാൻ പാർട്ടി തയ്യാറാവണം. അതെ, അത് തയ്യാറാവണം. അത് മാത്രമല്ല, ഇന്ന് കൃത്യമായ സൂചന TP രാമകൃഷ്ണൻ മുന്നോട്ട് വെക്കുന്നു. അൻവർ പറഞ്ഞെടുത്താണോ കേരളം എന്നാണ് അദ്ദേഹം തിരിച്ചു വയ്ക്കുന്നത്. അതായത് അൻവർ ഇങ്ങനെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ TP രാമകൃഷ്ണൻ തിരിച്ചു പറയുന്നത് അൻവർ പറഞ്ഞെടുത്താണോ കേരളം, അതായത് അൻവർ പറയുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങൾ എന്നുള്ള തരത്തിലേക്ക് പിണറായി വിജയനെയും അതുപോലെ തന്നെ സർക്കാരിനെയും ഡിഫെൻഡ് ചെയ്യുന്ന പോയിന്റിലേക്ക് LDF കൺവീനർ എത്തിയിരിക്കുന്നു. അതായത് ഇവിടെ അൻവർ ഇനിയും ഒരുപാട് വിയർക്കേണ്ടി വരുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതായത് ഇനിയും ഈ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ട് എന്ന രീതിയിൽ ഒരു കാര്യം മുന്നോട്ട് വരണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു അന്വേഷണം നടക്കണമെങ്കിൽ, ഒരു നടപടി ഉണ്ടാകണമെങ്കിൽ ഇനിയും ഒരുപാട് വിയർക്കേണ്ടി വരും PV അൻവർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ രീതിയിലാണ് ഒരു പടച്ചട്ട
പണിയുന്നത് പോലെ LDF ഇന്നത് പണിത് വെച്ചിരിക്കുന്നത്. ഇനിയും ഈ പറയുന്നത് പോലെ നിങ്ങൾ RSS ബന്ധം ആരോപിച്ചാൽ വീണ്ടും ഞങ്ങൾ തലശ്ശേരി കലാപത്തെക്കുറിച്ച് പറഞ്ഞ് അതിനെ മറികടന്നു പോകുമെന്ന ധൈര്യത്തിലാണ് അവർ. അതെ, പഴയ കാലത്തെ RSS വിരുദ്ധതയെക്കുറിച്ച് അല്ലെങ്കിൽ RSSുമായി നടത്തിയ പോരാട്ടങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ് തൽക്കാലം എന്തായാലും രക്ഷപ്പെടാൻ. കാരണം അന്വേഷിച്ച് റിപ്പോർട്ട് വരുന്നത് വരെ സമയമുണ്ട്. ആ റിപ്പോർട്ടിൽ എന്തുണ്ടാകും നമുക്ക് സ്വാഭാവികമായി ഊഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ. എന്തിനാണ് താങ്കൾ, നമ്മൾ ഏതൊരു സിനിമയിൽ ചോദിക്കുന്നില്ല, ഞാൻ അങ്ങോട്ട് ചെല്ലുന്നു, ചോദിക്കുന്നു, പറ്റില്ല എന്ന് പറയുന്ന ഒരു തീരുമാനമാവുന്നു. അതുപോലെ ADGP അജിത് കുമാറിനെ വിളിക്കുന്നു, അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘം ചോദിക്കുന്നു എന്തിനാണ് താങ്കൾ കണ്ടത്. ഞാൻ വ്യക്തിപരമായി ഒരു സൗഹൃദ സംഭാഷണത്തിന് പോയതാണെന്ന് പറയുന്നു. ഉത്തരം കിട്ടിയല്ലോ, അദ്ദേഹത്തിന് അവിടെ തന്നെ തുടരാം. അങ്ങനെയാണെങ്കിൽ പക്ഷേ മുന്നണിക്കകത്ത് കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല. CPI കടുപ്പിച്ചിട്ടുണ്ട്. CPI അങ്ങനെ മിണ്ടാതിരിക്കും ഈ വിഷയത്തിൽ എന്ന് തോന്നുന്നില്ല. അവർ കടുത്ത അതൃപ്തിയിലാണ്. ചെറുതാണെങ്കിലും ഓരോ ശബ്ദത്തിനും ജനാധിപത്യത്തിൽ അതിൻ്റെതായ വിലയുണ്ട്. അങ്ങനെയെങ്കിൽ മുന്നണിക്കകത്ത് NCP അതൃപ്തരാണ്, RJD അതൃപ്തരാണ്, CPI വലിയ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുമുണ്ട്. എത്ര നാൾ ഇനിയും ഈ സംരക്ഷണ വലയത്തിൽ ADGPയെ നിർത്താൻ പിണറായി വിജയൻ ഒറ്റയ്ക്ക് കഴിയും എന്നത് കാത്തിരുന്ന് കാണാം. ICL Finco, the intelligent choice.